താങ്കൾ വീണ്ടും ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിൽ എന്ത് പരിഷ്കാരമായിരിക്കും ഇനി കൊണ്ടുവരാൻ പോകുന്നത്? ഞാനങ്ങനെ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹമുള്ള ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്. അത് നീതിയോടുകൂടി പെരുമാറുന്ന ആളാണ്. ആരായാലും ശരി, അനീതിക്കെതിരായി പൊരുതാൻ പറ്റത്തക്ക വിധത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കണം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് കാരണമുണ്ട്. ഇവിടെ ലക്ഷോപലക്ഷം ആളുകൾ അവരുടെ ഏറ്റവും വലിയ സംരക്ഷകനെന്ന രൂപത്തിൽ കാണുന്ന ആരെയാണ്? കേരളത്തിലെ പോലീസിനെയും ആ പോലീസിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തെയാണ്. ആ ഭരണകൂടത്തിനോടൊപ്പം നിൽക്കുന്നതാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. ആ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ തലതിരിഞ്ഞു പോയാലോ, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ, അപ്പം ജനങ്ങളുടെ വിശ്വാസം കൂടെ പോകും. ആ അപ്പാടെ അത് തകർന്നു പോകും. അതുകൊണ്ട് എൻ്റെ സങ്കല്പത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്. അത് ഞാനല്ല, ഏത് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവന് നീതി കിട്ടണം, അന്യായം വേണ്ട, ജീവിക്കാനുള്ള അവസരം വേണം, സ്വത്തിനും ജീവനും സംരക്ഷണം വേണം, ബന്ധുജനങ്ങളെ ഉപദ്രവിക്കരുത് കാര്യമില്ലാതെ. ഇതുപോലുള്ള സാമാന്യ കാര്യങ്ങളല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് ആ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നാലോചിച്ചാൽ മതി. താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന സമയത്തായിരുന്നു ടി പി വധക്കേസ് നടക്കുന്നത്, ഈ പ്രതികളെ പിടികൂടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 7 വർഷത്തിൽ 3 വർഷത്തിലധികം സമയത്ത് പ്രതികളൊക്കെ പുറത്താണ്. ഒപ്പം തന്നെ കാസർഗോഡുള്ള ശരത്ലാൽ വധക്കേസിലെ ആളുകളൊക്കെ ജാമ്യത്തിലിറങ്ങാനുള്ള നടപടിയും സ്വീകരിക്കുകയാണ്. 7 വർഷത്തെ 3 വർഷവും പരോളിൽ പോകാൻ അനുവദിച്ചൊരു ഗവൺമെൻറ് അവരായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെങ്കിൽ ഈ കേസ് ഇവിടെ പോയി നിൽക്കുമായിരുന്നു. കേസ് നടത്തി, കോടതിയുടെ മുമ്പിലെത്തി, കോടതി ശിക്ഷിച്ചു, അങ്ങനെ അവർ ജയിലിലോട്ട് പോയി. ആ സമയത്ത് ഗവൺമെൻറ് മാറി, അധികാരത്തിൽ വന്ന ആളുകൾ അധികാരത്തിലിരുന്നപ്പോൾ അവർ അപ്പാടെ പുറത്തോട്ടൊക്കെ ഇറക്കി വിട്ടു. ഞാൻ ചോദിക്കുന്ന, അവരായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ നടന്ന കാലത്ത് കേരളത്തിലെ ഭരണമെന്ന് വരികിൽ എവിടെ പോയി നിൽക്കുമായിരുന്നു? വാദി പ്രതിയാകുമായിരുന്നില്ലേ? എനിക്കൊത്തിരി ഇൻസ്റ്റൻസ് അറിയാം. കാരണം ഈ കേസ് കലക്കിക്കളയാൻ വേണ്ടി, ഈ കേസ് ഒന്നുമല്ല എന്ന് വരുത്താൻ വേണ്ടി, ഇത് വെറും വസ്തുതർക്കമാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി ഒക്കെ ശ്രമിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ വമ്പന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. അതൊന്നുമല്ല എന്നെനിക്കറിയാമല്ലോ. അതൊന്നും ആയിരുന്നില്ല. ഒരാളിനെ കൊല്ലാൻ വേണ്ടി കുറച്ച് നാളായി നടത്തിക്കൊണ്ടിരുന്ന കൊലപാതക ശ്രമത്തിൻ്റെ അവസാനത്തെ എക്സിക്യൂഷനായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ വധം. ഇനി അടുത്ത കേസിലും ശരത്ലാൽ വധക്കേസിലെ പ്രതികളെയും അത്തരത്തിൽ ജാമ്യത്തിലിറങ്ങാനുള്ള നടപടിയാണ് ആലോചിക്കുന്നത് സർക്കാർ. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ജയിലിനകത്ത് കിടക്കേണ്ടവർ അവിടെ കിടക്കണ്ടേ? എന്തിനാണ് കോടതി ശിക്ഷിച്ചത്? കോടതി ഇപ്പോൾ പരോൾ കൊടുക്കണമെങ്കിൽ പരോളിന് ചില നിബന്ധനയില്ലേ? പരോൾ ഒന്ന് അവരുടെ സ്വഭാവം. ഈ പരോൾ കിട്ടിയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ജയിലിൽ, സെൻട്രൽ ജയിലിൽ മര്യാദയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ കയ്യിൽ നിന്ന് ഫോൺ കണ്ടെടുത്തിട്ടില്ലേ? അവരവിടെ എല്ലാ ആക്ടിവിറ്റിയും നടത്തുന്നു എന്ന് പത്രത്തിൽ റിപ്പോർട്ട് വന്നിട്ടില്ലേ? DGP തന്നെ നേരിട്ട് അവിടെ പോയി പരിശോധിച്ചിട്ടില്ലേ? അവർ മര്യാദയ്ക്കല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പരോൾ കൊടുക്കുന്ന ലിസ്റ്റിനകത്ത് പേര് വരാൻ പോലും അർഹതയില്ലാത്ത ആളുകൾക്കാണ് ഇപ്പോൾ പരോളിലേക്ക് പോകുന്നത്. 2, പരോളിൽ ഇറങ്ങുന്ന കാലത്തും അവർ സർവൈലൻസിൻ്റെ കീഴിലായിരിക്കണം, പോലീസിൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കണം. ഈ ജീവപര്യന്തം കഠിന തടവ് അതിൻ്റെ സ്വാഭാവികമായിട്ടും 12 കൊല്ലമാണ് അതിന് വെക്കുന്നത്. ഈ 12 കൊല്ലത്തിൽ റിസംഷൻ എന്ന് പറയുന്ന ഒരു പീരീഡ് കഴിയും. ആ പീരീഡ് കഴിഞ്ഞാൽ ഒരു 8 കൊല്ലത്തിനപ്പുറത്ത് അവർ കിടക്കുകയില്ല. ആ 8 കൊല്ലത്തിൽ 4 കൊല്ലവും അവർക്ക് പരോളാണ് കൊടുക്കുന്നത് എന്ന് വരികിൽ ഹൈക്കോടതിയുടെ വിധിയെ അവർ പുല്ല് വിലക്കെടുത്തു എന്നല്ലേ അർത്ഥം. കോടതി പറഞ്ഞിട്ടും അതിനെ മറുവശത്തൂടെ അവർ സഹായിച്ച് പുറത്തേക്ക് വിടുകയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മൂന്നാമത്തെ പരോള് കിട്ടണമെങ്കിൽ ഉള്ളത് ജയിൽ കമ്മിറ്റിയുണ്ട്. ജയിൽ കമ്മിറ്റി ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ജയിൽ കമ്മിറ്റി എന്ന് പറയുന്ന പാർട്ടി നോമിനികളാണ്. അവരാണ് ജയിൽ കമ്മിറ്റി. ആ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയാണ് ഇവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ലിസ്റ്റാണ് പിന്നീട് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നത്. അത് അപ്പാടെ അംഗീകരിച്ചുകൊണ്ടാണ് ക്യാബിനറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ റൂട്ടെല്ലാം ഒന്നാണ്, പാർട്ടിയുടെ റൂട്ടാണ്. അപ്പോൾ പാർട്ടിക്കാരായ ആളുകളെ പാർട്ടിയുടെ റൂട്ട് ഉപയോഗിച്ച് അവർക്ക് കൊടുക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അവരെ നേരെ പുറത്തോട്ട് വിടുകയാണ്. ആ പുറത്ത് വന്നിട്ടോ അവർ ആഹ്ലാദവും തിമിർപ്പുമാണ്, കുമ്മിയടിയും ബഹളവുമാണ്. അവർ മര്യാദയ്ക്ക് ജീവിക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമാണ്. എന്നിട്ടും അവർ ചോദിച്ചോ അപ്പോഴേ പരോൾ കൊടുക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.